എൻ്റെ പേര് TS ഗിലാടി. ഞാൻ സംവിധായകനാണ്. IFFK ഈ വർഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അത്രയും പോരാ. കാരണം ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സായിരുന്നാലും മറ്റുള്ളവരും അത്ര സഹകരണം വളരെ കുറവാണെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഈ വർഷം സിഗ്നേച്ചർ ഫിലിം, ഞാനൊരു 18 വർഷം കൊണ്ട് IFFKയിൽ സ്ഥിരം പ്രേക്ഷകനാണ്. ഈ വർഷത്തെ സിഗ്നേച്ചർ ഫിലിം വളരെ മോശമായിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ IFFK എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിൽ വെച്ച് നടക്കുന്ന, കേരളത്തിൽ സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരു ഫെസ്റ്റിവൽ, ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ആണെങ്കിൽ പോലും അവിടെ വന്ന സിഗ്നേച്ചർ കേരളത്തിൻ്റെ ഒരു മുഖച്ഛായ പോലും ഇല്ലാത്ത ഒരു സിഗ്നേച്ചർ ഫിലിമാണ് വന്നിട്ടുള്ളത്. സിനിമ സെലക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചില സിനിമകൾ കൊള്ളാം, വിദേശ സിനിമകൾ കൊള്ളാം, പക്ഷേ ഭൂരിഭാഗം സിനിമയും അത്ര പോരാ. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമല്ല, പൊതുവെയുള്ള ജനങ്ങളുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. കാരണം സെലക്ഷൻ കമ്മിറ്റി കുറച്ചും കൂടെ ശ്രദ്ധിക്കണമായിരുന്നു ഈ വർഷത്തെ IFFK. എനിക്ക് സർക്കാരിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നന്നായിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ സെലക്ഷൻ്റെ കാര്യം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയ നല്ലൊരു IFFK ആക്കാം. അതേപോലെ തന്നെ ഇവിടുത്തെ ഈ പ്രോഗ്രാംസ് ഒരുപാട് മുമ്പ് ഇതിൻ്റെ നിശാഗന്ധിയിലെ പ്രോഗ്രാം അല്ലെങ്കിൽ തന്നെ ടാഗോറുള്ള പ്രോഗ്രാം ഇപ്പം മാനവീയത കൊണ്ടുവച്ചിരിക്കുന്നത്. അത് ഒരുപാട് പേർക്ക് ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പലർക്കും അറിയില്ല. കാര്യം പുറത്തുനിന്നുള്ള ആളുകൾ കൂടെ വന്ന് ഇത് ഒരു അലിമ്പാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മോശമാക്കുന്ന രീതിയിലുള്ള സമീപനം ഇതിൻ്റെ അകത്തുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ IFFK നന്നാക്കാൻ പറ്റും. നല്ല സിനിമകൾ വരണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. IFFK മുന്നോട്ട് പോകണമെങ്കിൽ ഇനി നല്ല സെലക്ഷൻ വന്ന് നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. എല്ലാവരും കൂടെ സപ്പോർട്ട് വേണം. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നന്ദി.